വിളിച്ചപ്പോഴൊക്കെ വാതോരാതെ സംസാരിക്കാൻ ഒരുപാട് വിശേഷങ്ങൾ അവർക്ക് അർജുനെ കുറിച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവിടേക്ക് കൂടുതലായി എത്തിയിട്ടുണ്ടോ? എന്താണ് നിലവിലത്തെ സാഹചര്യം? ആര്യ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഈ നാടുമായി ഈ കണ്ണാടിക്കൽ എന്ന പ്രദേശവുമായി അർജുനുള്ള ബന്ധം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഈ നാട്ടിലെ ഓരോ പ്രവർത്തന മേഖലകളിലും അർജുൻ ഉണ്ടായിരുന്നു. അർജുൻ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ അർജുൻ പ്രവർത്തിച്ചു വളർന്ന ഒരു സ്ഥലം. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഇത് ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയൊക്കെ ഓഫീസാണ്. ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ഡിവൈഎഫ്ഐയുടെ ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇവിടുത്തെ ക്ലബിന്റെ കണ്ണാടിക്കൽ യൂത്ത് ക്ലബിന്റെ ഭാരവാഹിയായിരുന്നു. അതായത് നാട്ടിലെ എല്ലാ പ്രവർത്തനത്തിലും കൂടെ ഉണ്ടായിരുന്ന, ഒപ്പമുണ്ടായിരുന്ന, നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള അർജുന്റെ വിയോഗം അത്രയധികം നാട്ടുകാരെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ചു. കാരണം ഒരു 2.5 മാസത്തിന് ശേഷം അർജുന് അവസാന യാത്രാമൊഴി നൽകാൻ വേണ്ടി എത്തിയവരാണ് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കണ്ണാടിക്കൽ ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് അർജുന്റെ വീട്ടിലേക്കുള്ള ഒരു 1.5 കിലോമീറ്റർ അധികം ദൂരമുണ്ട്. ഇവിടെ നിന്നാണ് വിലാപയാത്ര. നേരത്തെ ഈ ഭവ്യ നിൽക്കുന്ന പൂളാടിക്കുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ഇവിടെ എത്തും. ഇവിടെ നിന്ന് നാട്ടുകാർ അർജുന്റെ ഭൗതിക ശരീരം സ്വീകരിക്കും. പിന്നീട് വലിയൊരു ജനാവലി തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. നാട്ടുകാരൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അർജുന്റെ സുഹൃത്തുക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, അർജുന്റെ സഹപ്രവർത്തകരുണ്ട്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇതാണോ പലർക്കും ഇത് എപ്പോഴും ഇവിടെ എത്തുന്നില്ല? 8 മണിയാണ് പറഞ്ഞത്. 8 മണിക്ക് എത്തും. 8 മണിയാകുമ്പോഴാണ് നമ്മൾ വിലാപയാത്രയായിട്ട് ഇവിടുന്ന് പറഞ്ഞത്. എങ്ങനെയാ അർജുനായിട്ടുള്ള അടുപ്പം? എങ്ങനെയാ അർജുന ഈ നാട്ടില് ഇവരെല്ലാരും കൂടുതൽ നമ്മളെല്ലാരും കൂടുതൽ ഒരുമിച്ച് നടക്കുന്നതാണ്. അടുത്ത സുഹൃത്തുക്കളാണ്. അടുത്ത സുഹൃത്തുക്കൾ. എങ്ങനെയാ ഈ അർജുനെ കുറിച്ചൊരു ഓർമ്മ? പലർക്കും സംസാരിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ട്. അർജുനെന്ന് വെച്ചാൽ ഏത് സമയവും ഇവരെ കൂടുതൽ ഒരുമിച്ച് നടക്കുന്ന ഒരു പയ്യനാണ്. ഇവിടുത്തെ യുവജന ക്ലബിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് അച്ഛന് വയ്യാതായതിനു ശേഷം ഇതിന്റെ ഓരോ ബാധ്യതകൾ ഏറ്റെടുത്തിട്ട് ജോലിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഇതുണ്ടായത്. എല്ലാ പ്രവർത്തന മേഖലകളിലും അർജുൻ സജീവമായിരുന്നു. ഇത് വെച്ചാൽ ഒരു ദുരന്തമുള്ളൊരു മേഖലയാണ്. വെള്ളപ്പൊക്കം, പ്രളയം കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ആ സമയത്ത് സജീവമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. എല്ലാ വീടുകളിലും വെള്ളം കയറുന്നൊരു ഭാഗമാണിത്. അങ്ങനത്തെ ഒരു കൂടപ്പുറപ്പാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നാട്ടുകാരാണല്ലോ ഒരുമിച്ച് നടക്കുന്ന കൂട്ടുകാരാണ്. അവർക്കൊരു വല്ലാത്തൊരു വിഷമം, ഒരു ഇതാണ്. കാരണം നമുക്ക് അർജുന്റെ അടുത്ത സുഹൃത്തുക്കളെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇവർക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത വിധം, അർജുനെ കുറിച്ച് പറയാൻ പോലും അവർക്ക് വലിയ വേദനിക്കുന്നുണ്ട്. കാരണം 2.5 മാസത്തിന് ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ടവൻ, സാധാരണ അർജുൻ ഓരോ ഓട്ടം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴും ഇവരുമായിട്ട് ഈ കണ്ണാടിക്കൽ എന്ന ഗ്രാമത്തിലെത്തും, ഇവരുമായി സംസാരിക്കും, നിരവധി സമയം ചെലവഴിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അത്രയധികം ഈ അർജുന്റെ ഒരു വിയോഗം വലിയ രീതിയിൽ വേദനിപ്പിക്കുന്നത്. ഇപ്പോൾ കണ്ണാടിക്കൽ എന്ന പ്രദേശത്ത് മാത്രമല്ല, ഈ സമീപ പ്രദേശങ്ങളിലുള്ളവർ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോട്ടയം വരുമോ? അർജുനായിട്ട് അടുപ്പമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. TV കണ്ട് ഇല്ല, ഒരു പരിചയമില്ല. അത് കണ്ട് നമ്മളെപ്പോഴും വാർത്ത TVക്കകത്ത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കോട്ടയത്ത് എവിടെ സ്ഥലം? മൂലയിടം എന്ന് പറയും. മൂലയിടം. ഇന്നലെ 15 മണിക്ക് ട്രെയിൻ കയറി. അങ്ങനെ ഒരു ഈ വാർത്ത കണ്ടതിനപ്പുറം ഒരു ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ടത്, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ടതിന്റെ ഒരു ബുദ്ധിമുട്ട് അതിന്റെ ഒരു ഇതുണ്ട്. ഞാനും ഡ്രൈവർ, ഓട്ടോ ഡ്രൈവറാണ്. ഇവിടം വരെ വരണമെന്ന് തോന്നി. അങ്ങനെ തനിച്ചാ വന്നത്. ഞാൻ 15 മണിക്ക് ട്രെയിനെ കയറി. ഇവിടെ 5 മണിയായപ്പോൾ വന്നു. അവിടുത്തെ ഒരു ഓട്ടോ പിടിച്ചു ഇവിടെ വന്നു. വൈകിട്ടാ പോവുള്ളൂ, ഉച്ച കഴിഞ്ഞാൽ പോകും. ഉച്ച കഴിഞ്ഞു. അർജുനെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ, നമുക്കറിയാം ഒരു വാർത്തയ്ക്കപ്പുറം, വാർത്തയിലാണ് നിങ്ങളൊക്കെ അല്ലേ കണ്ടറിഞ്ഞത്, അതിനപ്പുറം ഒരു ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരുടെ നഷ്ടം എങ്ങനെയാണ് അതിന് ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നു? പ്രത്യേകിച്ച് നമ്മൾ ദൂരെ നിന്നല്ലേ, കോട്ടയം ജില്ല എന്ന് പറയുന്ന ദൂരമുണ്ട്, വിഷമമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ആര്യ, നമുക്ക് ഇത് ഈ കോട്ടയത്തു നിന്നൊരു ചേട്ടൻ ഇവിടെ എത്തിയിരിക്കുക. അദ്ദേഹം സാധാരണ നമുക്കറിയാം നാട്ടുകാർക്കുള്ളൊരു ബന്ധം. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മനാഫിന്റെ ഒരു സുഹൃത്താണ്. മനാഫിന്റെ സുഹൃത്താണ്? അതെ. നിങ്ങൾ എവിടെയാണ് നാട്? എന്റെ വീട് ഇപ്പോൾ ഒലിപ്പുറംകടവ് എന്ന് പറയും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പിന്നെ ഇപ്പോൾ 2 ആൾക്കാർ കുടുംബമാണ് ഇപ്പോൾ കരയിപ്പിച്ചത്.
മനാഫിന്റെ കുടുംബവും കരയിപ്പിച്ച് മനാഫിന്റെ ദുഃഖങ്ങൾ കണ്ടില്ലേ, അതേപോലെ തന്നെ ഇവന്റെ കുടുംബവും നമ്മളെ കരയിപ്പിച്ച ആൾക്കാരാണ്. അതാ ഒത്തിരി ദൂരെ നമ്മൾ വരുന്നത്. സാധാരണ നമുക്കൊരു ഈ മനാഫിനെ പോലെ, മനാഫാണ് ഈ ഒരു ദൗത്യത്തില് മനാഫിന്റെ ഒരു ദൃഢനിശ്ചയം, അല്ലെങ്കിൽ ഒരു പക്ഷെ അർജുന്റെ ഈ ശരീരാവശിഷ്ടം പോലും കിട്ടില്ലായിരുന്നു. ഈ മനാഫ് എങ്ങനെയാ അതുപോലെ നാട്ടുകാർക്ക് വേണ്ടി നല്ലൊരു എല്ലാവർക്കും വേണ്ടി എന്ത് സഹായം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അത് നല്ല തന്റെയുടെ ആള്. ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് രണ്ട് ഇത് കണ്ടിട്ടേ ഇറങ്ങുള്ളൂ. ഒന്നൊക്കെ ജയിക്കും, അല്ലെങ്കിൽ പരാജയപ്പെടും. അതെ, മനാഫ് പൊതുവേ അവന്റെ പുറം കറുപ്പായതിന് ഉള്ളു വെളുപ്പാ. അതാ മനാഫിനെ പറ്റി പറയാനുള്ളത്. അർജുനായിട്ട് അടുപ്പില്ല, ഇത് മനാഫിനോടുള്ള സ്നേഹം കാരണം. നമ്മൾ ടി വി കണ്ടിട്ടുള്ളതാണ്. കണ്ടിട്ട് നമുക്ക് മനസ്സിനൊരു അങ്ങനെ നമ്മൾ അന്നോട്ട് ഇന്ന് വരെ കാണുന്നുണ്ട് ടി വി കിട്ടുന്നതിന്. പിന്നെ പൈതി വെച്ച് നിർത്തിയപ്പോ നമുക്കൊരു മനസ്സിനൊരു വിഷമായി, ഒന്നും ആയില്ലാലോ എന്നുള്ളത്. ഇടയ്ക്ക് ഈ മനാഫിനെതിരെ പോലും വലിയ സൈബർ ആക്രമണമൊക്കെ ഉണ്ടായി. ആ സമയത്ത് നാട്ടുകാരുടെ ഒരു പിന്തുണ എങ്ങനെയാ? മനാഫിനൊപ്പമായിരുന്നു എല്ലാം നമ്മളെല്ലാം അത് വെറുതെ പറയാൻ നമുക്കറിയാലോ. മനാഫിനെ പറ്റി അറിയുന്ന ആളല്ലേ നമ്മള്. അപ്പൊ നമുക്കറിയില്ല, കള്ളത്തരം പറയാൻ നമുക്ക് വ്യക്തമായി അറിയാം. പിന്നെ ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടത്ത്? ഇതാണ് മനാഫിനെ ഒരു നാട്ടുകാർക്ക് എന്തും അല്ലെ ഒരു ഉപകാരിയാണ്. എന്തും ചെയ്യും. നമ്മൾ കുറെ കൊല്ലങ്ങളോളം ബിസിനസ്സിലുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് ഈ തൊടുപുഴ നല്ല മരം എടുത്തിട്ട് നമ്മൾ കർണാടകയിലും കയറ്റലുണ്ട്. ഞാനും മനാഫും കൂടിയിട്ട്. എനിക്ക് മരത്തിന്റെ ബിസിനസ് തന്നെയാണ്. അതെ. ഇപ്പോൾ മനാഫിന്റെ നാട്ടുകാരുണ്ട്, കോട്ടയത്ത് നിന്ന് വന്നവരുണ്ട്, മറ്റു പല പ്രദേശങ്ങളുണ്ട്. പക്ഷേ എന്റെ കൂടെ ഉള്ള ക്യാമറമാൻ പ്രജിത്ത് കോങ്ങാട്. പ്രജിത്ത് ഈ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കും. കാരണം എത്രയധികം ആളുകള് ഈ അർജുനെ സ്നേഹിക്കുന്നവര്, അല്ലെങ്കിൽ അർജുന്റെ വിയോഗത്തില് വേദന പങ്കുവയ്ക്കുന്നവരൊക്കെയാ കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ, അതായത് ഇപ്പോൾ 7 മണി സമയം, ഈ 7 മണി സമയത്ത് തന്നെ നിരവധി ആളുകൾ, ഒരുപക്ഷെ ഒരു നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഒരുപക്ഷെ ഈ ഗ്രാമം, നമുക്കിതൊരു പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ഇവിടെ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അർജുന് ഒരു വിട നൽകാൻ വേണ്ടി, അർജുനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി, അർജുൻ അവസാനമായി കാണാൻ വേണ്ടി എത്തിയ ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കണ്ണാടിക്ക് തന്നെ അർജുനായിട്ടുള്ള അർജുനായിട്ട് കുറെ കാലം 10 കൊല്ലം 15 കൊല്ലത്തെ പരിചയമുണ്ട്. അർജുനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോഴേക്കും വലിയ വൈകാരികമായിട്ട് ആളുകൾ സംസാരിക്കുന്നത്, എല്ലാവർക്കും വലിയ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി നാട്ടിൽ വിഷമത്തിലാണ് 2 മാസം. പ്രവർത്തകന് അപ്പുറം അതിനപ്പുറമുള്ള ഒരു ബന്ധമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. ജനങ്ങളായിട്ട് നല്ല ബന്ധം, നല്ല കുട്ടിക്കാലം മുതൽ കുട്ടികാലം മുതലാണ്. അതാ അതിന്റെ ഒരു സ്നേഹമായിരിക്കും അല്ലേ ഇത്രയധികം. വലിയ അത്ഭുതം തോന്നി. കാരണം ഇത് ഇത്രയധികം ആളുകൾ ഈ സമയത്ത് തന്നെ ഇവിടെ എത്താൻ സമയത്ത് ഇത്ര ആളെത്തിയ അതുകൊണ്ടാണ്. ഇത് ഓരോരുത്തരും അർജുനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രം, നല്ല ഓർമ്മകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഓഫീസ്, കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബിന്റെ ഓഫീസ്, ഇതിന്റെയൊക്കെ സജീവ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. നാട്ടിലൊരു ക്ലബിന്റെ ഒക്കെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുക. കണ്ണാടിക്കൽ ഇതിനു മുൻപ് ഒരു പ്രളയത്തെ നേരിട്ടപ്പോൾ അന്ന് ഈ നാട്ടുകാർക്കൊപ്പം ഇറങ്ങിത്തിരിച്ച് ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ മുന്നിലുണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ. സാധാരണ ഈ ലോറി ഓട്ടം കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ജംഗ്ഷനിലാണ് മനാഫ് അർജുൻ വന്നിരിക്കാറുള്ളത്. ഇവിടുത്തെ ആളുകളുമായി ഇടപെടുക, ആളുകളുമായി സംസാരിക്കുക, വലിയൊരു സുഹൃത്ത് വലയം അർജുനുണ്ടായിരുന്നു. അർജുന്റെ ആ ഒരു സ്നേഹം, അർജുൻ നാട്ടുകാർക്ക് നൽകിയ സ്നേഹം, പ്രവർത്തനങ്ങള്, അത് പങ്കുവയ്ക്കുക, ആ ഓർമ്മകള് ആളുകൾ പങ്കുവയ്ക്കുന്നത് വലിയ വൈകാരികമായിട്ടാണ്. നമുക്ക് ആളുകൾ സംസാരിക്കും. അർജുന്റെ ചില സുഹൃത്തുക്കൾക്ക് സംസാരിക്കാൻ പോലും അവർ അത്രയും മാറി നിൽക്കുന്നത് അവരുടെ വേദന, വിഷമം കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവൻ 2.5 മാസത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞ 75 ദിവസത്തിന് ശേഷം ഇവിടെ എത്തുന്നത് ഇവരുടെ കൂടെ ഇനിയില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പോലും വലിയ ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പോലും ബുദ്ധിമുട്ടുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും ടോം കുര്യാക്കോസാണ് കണ്ണാടിക്കൽ ജംഗ്ഷനിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ആളുകളാണ് അവിടേക്ക് തടിച്ചുകൂടി എത്തിയിട്ടുള്ളത് എന്നുള്ളത്. ടോമിനോട് നേരത്തെ സംസാരിച്ച ഒരു ചേട്ടൻ എത്തിയത് കോട്ടയത്ത് നിന്നാണ്. ഇത്തരത്തിൽ അർജുനെ നേരിട്ട് കണ്ടു പരിചയം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ വാർത്തകളിലൂടെ കണ്ട് അർജുനെ മനസ്സിലാക്കി, അർജുനെ അറിഞ്ഞ്, അർജുനെ ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ട് അവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ 72 ദിവസം കൊണ്ട് എത്രയോ
ലക്ഷം ആളുകളുടെ മനസ്സിലാണ് അർജുൻ ഒരു വികാരമായി മാറിയത്, അവരുടെ എല്ലാം പ്രിയപ്പെട്ടവനായി മാറിയത് എന്നുള്ളത് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനും ഇങ്ങനെ ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അർജുൻ കണ്ണാടിക്കലിലേക്ക് എത്തുമ്പോൾ, അർജുന്റെ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ജനസഞ്ചയം അത് എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ആ ഒരു വലിയ ജനസഞ്ചയത്തെ ക്രമീകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനുമോദ് അല്പസമയം മുമ്പ് SP-യോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം അത്തരത്തിൽ ക്രമീകരണങ്ങളെല്ലാം അവിടെ പൂർത്തിയായി എന്ന് പറയുകയും ചെയ്തിരുന്നു.